അല്ല എന്താ ഇത്ര നേരം കിടക്കുന്നേ? സമയം എത്രയെന്നാ വിചാരം? എണീറ്റ് പോയി വേഗം ചായ ഉണ്ടാക്ക്. എനിക്കിന്ന് വയ്യ മോളെ. ഞാൻ ദിവസം രാവിലെ എനിക്ക് പണിയെടുക്കുന്നതല്ലേ, എനിക്ക് തീരെ വയ്യ തോന്നി, അതാ ഞാൻ കിടന്നത്. വയ്യേ? നിങ്ങൾക്ക് എന്താ അസുഖം? ഇന്നലെ രാത്രി കിടക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. നല്ലോണം ഭക്ഷണം വെട്ടി വിഴുങ്ങിയിട്ടാണല്ലോ കിടന്നുറങ്ങിയത്. അല്ല മോളെ, എനിക്ക് ഇന്നലെ പനിയുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോഴൊക്കെ പെരുത്ത പനി. ഞാൻ മോളോട് പറയാണ്ടാ. പനിക്കാണെങ്കിലേ അവിടെ ഗുളികയുണ്ട്, അതെടുത്ത് കഴിച്ചിട്ടേ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ നോക്ക്. ഓരോ കള്ളത്തരം പറഞ്ഞ് കിടക്കാൻ നോക്കുക. അല്ല മോളെ, ഞാൻ ഇത്രയും പനി വെച്ചിട്ടേ ഇനി പണി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കിടക്കേണ്ടി വരും. പിന്നെ മോൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. പോയിക്കോളി, ഇവിടുത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് പോയിക്കോളി. ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് രാത്രിയോ രാവിലെയോ എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതി. ഇന്നെക്കൊണ്ടാവില്ല ഇവിടുത്തെ പണിയൊന്നും എടുക്കാൻ. മോളെ ഒന്ന് എൻ്റെ കൂടെ വരുമോ? എനിക്ക് നല്ല തലവേദനയുണ്ട്. എവിടെയെങ്കിലും തലചുറ്റ വീഴ ചെയ്താലോ? മോളൊന്ന് കൂടെ വാ. പിന്നെ ഞാൻ നിങ്ങളെ കൂടെ വരാൻ പറ്റിയൊരു കോലം. നിങ്ങൾ എൻ്റെ അമ്മായിമ്മയെന്ന് പറയാൻ വരെ എനിക്ക് കുറവാ. നിങ്ങളുടെ കള്ളക്കരച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങളുടെ വേലക്കാരിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഭർത്താവേ ഗൾഫിലാ. മൂപ്പരെ എനിക്ക് അന്തസ്സായി ജീവിക്കാനുള്ള പൈസ അയച്ചു തരുന്നുണ്ട്. വേഗം എണീറ്റേ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കാൻ നോക്ക്. ഇത്ര വയ്യണ്ട ഞാൻ കിടന്നത്. ദിവസവും പുലർച്ചെ എല്ലാ പണിയും ചെയ്യും. ഇത്രയും വയ്യാണ് ഞാൻ കിടന്നത്. തലവേദനിച്ചിട്ട് തീരെ വയ്യ. വയ്യാതെ നല്ല ദിവസം വെള്ളം കൊടുത്ത് തരാനും ആണില്ല. എന്നിട്ട് അവർക്ക് പണി എടുത്തു കൊടുക്കണം. എന്നാ മോളെ ചായ. ഇതെന്ത് ചായ? പാലുമില്ല മധുരവും ഇല്ല, കാലി വെള്ളം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ? ഇന്ന് വേറെ ചായ വേണം. കൊണ്ട് പോ അങ്ങോട്ട്. ചായ കൊണ്ട് വന്നിട്ട് മോളെ, ഞാൻ എല്ലാവിടെയും അടിച്ചു വാരാ. എനിക്ക് തുടയ്ക്കാൻ കഴിയില്ല. നാളെ തുടച്ചാൽ മതിയോ? നാളെ തുടയ്ക്കാനോ? നിങ്ങൾക്കറിയില്ലേ വീട് ദിവസം അടിച്ചു വാരി തുടച്ചില്ലെങ്കിൽ മഹാലക്ഷ്മി കയറി വരില്ല. എന്താ നോക്കി നിൽക്കുന്നത്? അടിച്ചു വാരി കഴിഞ്ഞിട്ടേ അങ്ങ് തുടയ്ക്കാൻ നോക്ക്. ആ അമ്മേ, എന്താ അമ്മയുടെ സൗണ്ടിന് വല്ലാത്തൊരു മാറ്റം? ആ കുരുത്തം കിട്ടവൾ അമ്മനെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കുന്നുണ്ടോ? അമ്മേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മ ഒരു പണി എടുക്കാൻ നിൽക്കരുത്. എല്ലാ പണിയും അവളെ കൊണ്ട് എടുപ്പിക്കണം, മനസ്സിലായോ? പിന്നെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് അവളെ നമ്മൾ കൊണ്ടുവന്നത്. എന്നിട്ട് ഓളിവിടെ സുഖിച്ച് വാഴാനല്ല ഏട്ടൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്നത്. അമ്മയ്ക്കും അച്ഛനും നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ശരി അമ്മേ, ശരി എന്നാൽ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. ഏട്ടൻ പൈസ അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പൈസ അയച്ചിട്ട് ഞാൻ വരാം കേട്ടോ. ശരി. ഓഹോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്ന ഇവിടെ ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നില്ലേ? നിങ്ങൾ ഈ കള്ളത്തരം നിർത്തിക്കട്ടോ. ഒളിഞ്ഞു നിന്ന് കേട്ടതല്ല മോളെ. മോളോട് ഫോൺ ചെയ്യുമ്പോൾ മുൻപിലേക്ക് അടിച്ചു വരണ്ടെന്ന് പറഞ്ഞോട് മാറി നിന്നേ ഉള്ളൂ. അങ്ങനെയാണെ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലും ഞാൻ നിങ്ങളെ. നിങ്ങൾക്ക് ചോദിക്കാൻ വരാൻ ഇവിടെ ആരുമില്ല. അങ്കിളോ? അല്ല അങ്കിൾ എന്താ പെട്ടെന്ന് പറയാതെ വന്നേ? അല്ല, പുള്ളിയൊന്ന് പെട്ടെന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നത്. എന്നാ അങ്കിൾ ഇരിക്കി, ഞാൻ ചായ എടുക്കാം. ചായ വേണ്ട മോളെ, ഒരു ദിവസം വെള്ളം തന്നാൽ മതി. നീ ഇവിടെ വാ, ഇരിക്കും ഇവിടെ. ഏട്ടൻ എന്താ ഒന്നും പറയാതെ വന്നത്?
ഒന്നും ഞാനിവിടെ ആക്കിയിട്ടില്ല, ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് നിന്ന് കാണുന്നു അങ്ങനെ വന്നതാ. എന്ത് ചെയ്യണം മക്കളവരൊക്കെ നന്നായിരിക്കുന്നു. ഓ, എനിക്ക് പനിച്ചിട്ട് ഞാൻ ഇത്ര നേരം കിടന്നതാ, ഒന്നും ആക്കിയിട്ടില്ല. ഏട്ടൻ ഇതിൽ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി. എന്തുണ്ട് നിന്റെ വിശേഷം? ഞാൻ നന്നായിരിക്കുന്നു ഏട്ടാ. അല്ല, ഇതൊക്കെ പറഞ്ഞ് നിന്നെയാണോ? അല്ല, അങ്ങനെയൊന്നും പറയില്ല. എന്ന് എന്തോ എനിക്ക് ഞാൻ കിടന്നണിക്കാനും വൈകി, പണിയൊന്നും ചെയ്തിട്ടില്ല. ആ വിഷമത്തിൽ എന്തോ അവൾ പറഞ്ഞത്. എപ്പോഴും അങ്ങനെ പറയുന്നില്ല, നല്ല സ്നേഹമാണ്. ഈ പനിയും വെച്ചിട്ടാണ് നീ ഈ പണിയൊക്കെ ചെയ്ത്? നീ ഹോസ്പിറ്റലിൽ കാണിച്ചോ? മരുന്നുണ്ടായിരുന്നു ഇവിടെ, അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഇങ്ങനെ നോക്കട്ടെ, തീരെ വയ്യെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടെ. നീ കണ്ട ഗുളിയെടുത്ത് കഴിച്ചിട്ടേ അസുഖം കൂടി പോകട്ടാ. നീ മരുമോളെ കുറിച്ച് ആശുപത്രി പോകാനൊക്കെ അതാ ഞാൻ വരണോ? വേണ്ട, ഏട്ടൻ വരണ്ട. ഞാൻ കുറച്ചും കൂടി നോക്കട്ടെ. ഇപ്പം ഒരു മരുന്ന് കഴിച്ചപ്പോൾ കുറച്ച് നല്ല കുറവ് കാണുന്നു. ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അവളെയും വിളിച്ചിട്ട് പോയിക്കോളാം. കൊണ്ടുപോവാൻ അങ്ങളെ എന്താ വെള്ളം കുടിക്കേ. ആരോട് പറയാൻ അങ്ങളെ, രാവിലെ മുതൽ ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിൽ പോവാന്ന്. പിന്നെ ഇവിടുത്തെ പണി തീർത്തില്ല അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അധികം ആയാലും ആരുണ്ട് ഇവിടെ കൊണ്ടുപോവാൻ? ഏട്ടനും കൂടി ഇല്ലാത്തതല്ലേ. അത് പറഞ്ഞതായിരുന്നു ആശുപത്രിയിൽ പോകാമെന്ന് രാവിലെ. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. നോക്കട്ടെ. എന്നാ ശരി, ഞാൻ പോട്ടെ. നിന്നെ കാണാൻ തോന്നി ഞാൻ വന്നു. ചോറ് വെച്ചിട്ട് പോയാൽ പോരാ? വേണ്ട, എനിക്ക് വേറെ സ്ഥലമൊന്നും പോകാണ്ട്. മോളെ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. നീ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. എന്നാ ശരി കേട്ടോ. ഹലോ. പറയട്ടാ, എന്തൊക്കെയാ അവിടുത്തെ വിശേഷം? ആണോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ, സുഖമായി പോകുന്നു. ഓ, അമ്മ താഴെ എവിടെയുണ്ട്, പത്രം എന്തോ വായിച്ചിരിക്കാൻ തോന്നുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എന്ത് പണി ഏട്ടാ, ഞാനും അമ്മയല്ലേ ഉള്ളൂ. ആ പണിയൊക്കെ അമ്മ എണീക്കുമ്പോൾ ഞാനങ്ങ് ചെയ്യും. പിന്നെ ഞങ്ങൾ TV കണ്ടും കഥ പറഞ്ഞൊക്കെ ഇങ്ങനെ സമയം പോക്കല. ഏട്ടാ, അമ്മയ്ക്ക് കൊടുക്കാം. ഒരു മിനിറ്റ് ഏട്ടാ, ഞാൻ താഴോട്ടേക്ക് പോയിക്കോട്ടെ. തലവേദന സഹിക്കാൻ വയ്യ. ഇതാ അമ്മേ, ഏട്ടൻ വിളിക്കുന്നു. തള്ളേ, പിന്നൊരു കാര്യം, എന്തെങ്കിലും ഏട്ടനോട് പറഞ്ഞു കൊടുത്താ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയൂട്ടോ. ഇതാ. മോനെ, സുഖമല്ലേ മോനെ? ഇല്ല, അമ്മൻ്റെ സൗണ്ട് വ്യത്യാസം. അതെന്താ അറിയോ മോനെ, അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു ഒരു സൈഡ്. മോൾ ചായയൊക്കെ വെച്ചത് ഞാൻ അതൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്നതാ, അതാ സൗണ്ട് മാറിയത്. മോൻ ഭക്ഷണം കഴിച്ചോടാ? ആണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇല്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ അത്ര വലിയതല്ല, എന്നാലും ചെറുതായിട്ടൊരു തലവേദന. കാണിക്കാം പോകാം. ശരി, അത് ഞാൻ അവിടെ അടുത്ത് കൊടുക്കാം മോനെ. ശരിയാണ്. ശരി, നമ്മൾ ഈ കുട്ടിയൊന്ന് ഇത്ര നേരം കിടന്നെണിക്കാത്തത്? അല്ലെങ്കിൽ 7:45 എണിക്കുന്നതാണല്ലോ. സമയം 8-9 മണിയാവാറായി. ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഇനി വാതിൽ കൊട്ടി വിളിച്ച ദേഷ്യം വരുമോ? എന്തായാലും വിളിച്ചു നോക്കട്ടെ. മോളെ മോളെ മോളെ. എന്തിനാ വാതിൽ തല്ലി പൊളിക്കുന്നേ? അല്ല, മോൾ ഇത്ര നേരം എണിക്കാതിരുന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ടെൻഷൻ. എന്താ എൻ്റെ കുട്ടി ഇത്ര നേരം എണിക്കാത്തതെന്ന് പറഞ്ഞിട്ട് അതാ മോളെ വന്ന് വിളിച്ചത്. എനിക്ക് പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്തിട്ട് കിടന്നതാ. പോയി എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കുളിമുറി കൊണ്ടുപോയി വെക്ക്. മോൾക്ക് അമ്മ ഇപ്പോൾ കുളിക്കാൻ വെള്ളം ഉണ്ടാക്കി കുളിമുറി കൊണ്ട് വെക്കാം. എന്നാൽ വയറുവേദന ഉണ്ടെങ്കിൽ ഒരു ഗുളിക തെറ്റ മോളെ. എനിക്ക് ചില ചായ വെച്ച് തരട്ടെ, എന്നാൽ കുറച്ച് വയറുവേദന സുഖം കിട്ടുമല്ലോ.
ഓ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കണ്ട. വേഗം പോയി ചൂടുകൾ ഉണ്ടാക്കി കുളിമുറിയിൽ വെക്ക്. ഇപ്പം അമ്മ വെള്ളം കൊണ്ടുവയ്ക്കാം ചൂടാക്കിയിട്ട്. ആ ഏട്ടാ, അമ്മ അടുത്ത വീട്ടിലെ സുന്ദേശിൻ്റെ അടുത്തേക്ക് പോയതാ. ഇവിടെയുള്ള പണികളൊക്കെ ഞാൻ അങ്ങ് എടുക്കുമല്ലോ. പിന്നെ അമ്മ ഇവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ. അപ്പം ഞാനാ പറഞ്ഞ അമ്മ അപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് പോരുന്നു. പിന്നെ അല്ലല്ലേ. ഏട്ടന് അയച്ചത് ഞാൻ കണ്ട്. പൈസ അയച്ചതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചോദ്യം ഏട്ടാ? അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലേ? പിന്നെ ഇത്ര ഏട്ടൻ പ്രത്യേകം പറയണോ? നാളെ തന്നെ പോയിട്ട് അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ മേടിച്ചെടുത്തോളാം. ഓക്കെ. ഏട്ടന് ജോലിക്ക് കയറാനുള്ള സമയമായില്ലേ? ആയിക്കോട്ടെ, എന്നാൽ ഏട്ടൻ വേഗം പോയിക്കോ. ഞാൻ രാത്രി വിളിക്കാം. ശരി. തെണ്ടലൊക്കെ കഴിഞ്ഞ് എത്തിയോ? നാട് മുഴുവൻ എൻ്റെ കുറ്റം പറഞ്ഞെടുക്കാൻ പോയതായിരിക്കും അല്ലേ? കുറ്റം പറഞ്ഞു കൊടുക്കാനോ? അയ്യോ, ഞാൻ മോളെക്കുറിച്ച് അവരോട് എന്ത് പറയാൻ ആൾക്കാരോട്. ജിഷേച്ചി അവിടെ വന്നിട്ടുണ്ട് മോളെ, മാക്സി കൊണ്ടുവന്നിട്ടുണ്ട്. മോൻ്റെ പൈസ വന്നുല്ലേ? ഒരു 500 രൂപ അമ്മയ്ക്ക് തരുമോ? 2 മാക്സി എടുക്കേ. ഓഹോ, അപ്പം മോൻ്റെ പൈസ വന്നത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പല തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാ, ഇങ്ങനെ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞൊന്ന് കേൾക്കാൻ നിൽക്കരുതെന്ന്. 500 രൂപ നിങ്ങൾക്ക് ഉളുപ്പുണ്ട് ചോദിക്കാൻ? നിങ്ങൾക്ക് ഉടുക്കാനും തിന്നാനും മാത്രമല്ല ഏട്ടൻ പൈസ അയക്കുന്നത്. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. ശരി മോളെ, എന്നാൽ എനിക്ക് മാക്സി ഇപ്പോൾ 2-3 ഉണ്ടല്ലോ, അത് മതി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മോളെ, അവിടെ നിന്ന് 2 ദിവസം നിൽക്കാനാ? ഇപ്പോൾ ഇവിടെ കുട്ടി തനിച്ചല്ലേ, പാവം ഒറ്റയ്ക്ക് ഇരിക്കുമോ? അത് ആരെങ്കിലും വിളിച്ചിരുത്താനോ? ഇല്ല, അവൾ വീട്ടിൽ പോകില്ല. അവളുടെ വീട്ടിൽ പോകണമെന്ന് അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നു പറഞ്ഞാൽ എന്താണെന്നാവോ പറയണത്. അല്ലെങ്കിൽ ലക്ഷ്മിയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ അവളോട് ഒന്ന് വന്ന് നിൽക്കാൻ പറയാം. ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. ശരി ശരി, അങ്ങനെ അവൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ വരാം. ആയിക്കോട്ടെ. മക്കളൊക്കെ എന്ത് ചെയ്യണു? എനിക്ക് കാണാൻ തോന്നുന്നു. ശരിയാണ്. ശരി മോളെ, ഞാൻ ആ കുട്ടിയോട് പറയട്ടെ. വനജേ, വനജേ, ആൻറ്റിയോ? അങ്കിള് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്കിളും പറയാതെ വന്ന്. ആൻറ്റി എന്തൊന്ന് വിളിച്ചു പറയാഞ്ഞേ? അയ്യോ, വിളിച്ചു പറഞ്ഞിട്ട് സൽക്കാരത്തിന് വന്നല്ലേ ഞാൻ. വനജയെ എവിടെ? അവളെ ഇങ്ങോട്ട് വിളിക്കേ. അയ്യോ, ആൻറ്റി എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ ഇപ്പം പോയിട്ടേ ഉള്ളൂ ചേച്ചീൻ്റെ അടുത്തേക്ക്. അപ്പ അവളുടെ മോളടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ മഹാറാണിയിട്ട് വാഴാൻ പറ്റിരിക്കുക? ആൻറ്റി ഇങ്ങനെയൊക്കെ പറയാം. ഇവിടെ എന്താ സംഭവിച്ചേ? എടി പെണ്ണെ, നീ എന്താ വിചാരിച്ച് ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നാ? മറ്റുള്ളവരുടെ മുൻപിലേ നല്ല പിള്ളി ചമ്മ നടക്കുമ്പോഴില്ലേ എപ്പോഴെങ്കിലും നീ പിടിക്കപ്പെടുന്ന മനസ്സിലാക്കിക്കോ. പിടിക്കപ്പെടാനോ? പിടിക്കപ്പെടാൻ ഞാനെന്താ ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ? അമ്മ എന്തൊക്കെ ആൻറ്റീനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്നെയാ. അവൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിലേ നീ ഇവിടെ മഹാറാണി പോലെ വാഴില്ലടി. നീ നിന്റെ വീട്ടിലായിരിക്കും ഇപ്പൊ. എടി, അവളിവിടെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഞാനാ പറഞ്ഞത് അവളെ മോളോട് 2 ദിവസം അമ്മനെ അവിടെ കൊണ്ട് നിർത്തേ. കാരണം അവളിവിടെ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് 2 വാക്ക് പറയാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, അത് പാവം കുട്ടിയാണ് പറയും. അങ്ങനെ പറഞ്ഞ് നീ ഇപ്പൊ അവളുടെ തളിയൊക്കെ ഒരു മുളകരക്കിയ. നീ എന്താ വിചാരിച്ചിരിക്കണത്? ഇവിടെ കയറി വരുന്ന സമയത്ത് എന്തായിരുന്നു അവളായിട്ട് വലിപ്പിക്കല്ലേ? ആ പണി ചെയ്യും ഈ പണി ചെയ്യും പറഞ്ഞിട്ട് അവൾക്കൊന്ന് പനിയല്ലായിരുന്നോ? നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഇവിടെ കിടക്കുന്ന ഗുളികയല്ലേ അവളെടുത്ത് കഴിച്ചത്? അവൾക്ക് എന്തെങ്കിലും ആയിപ്പോയാലോ? നീ എന്ത് മറുപടി പറയടി? ഈ കാര്യങ്ങൾ മുഴുവനും ഞാനിന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ച് ദുബായിലേക്ക് അറിയിക്കും. നീ ഒരു കാര്യം ചെയ്തോ, പെട്ടിയും കടക്കെടുത്ത് ഇപ്പം അറിയിക്കോ. ഞാൻ വാതിലും പോയിട്ട് താക്കോൽ കൊണ്ടുപോകാൻ വന്നതാ. അയ്യോ ആൻറ്റി, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഏട്ടനെ വിളിച്ചൊന്നും പറയരുത്. അമ്മ പോലും ഏട്ടനെ വിളിച്ചൊന്നും പറയില്ല. എൻ്റെ അടുത്ത് കുറേ തെറ്റ് പറ്റിപ്പോയി ആൻറ്റി. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആൻറ്റീൻ്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്തിട്ട് പറയരുത്. അമ്മനെ ഞാൻ നാളെ തന്നെ വിളിച്ചോണ്ടോന്നോളാം. പൊന്നു പോലെ നോക്കിക്കോളാം. ഏട്ടനറിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ദയവ് ചെയ്ത് എൻ്റെ ഒന്നും പറയരുത് പ്ലീസ്. അപ്പൊ നീ ചെയ്യുന്നത് മുഴുവനും തരികടയാണ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റാൻ നിനക്ക് നല്ലപോലെ അറിയാല. നീ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക?
ആൻറ്റി എന്നെ വിശ്വസിക്കണം. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥ ആൻറ്റിക്ക് അറിയില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ദയവ് ചെയ്തിട്ട് എന്നെ വിശ്വസിക്കണം. നിന്റെ കള്ളക്കണ്ണീരാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒരു വാണിംഗ് തരുന്നു. എൻ്റെ ചെക്കനെ ഓർത്തിട്ടും മര്യാദയ്ക്ക് പുതിയ ഒരാളായി മാറിക്കോ, എന്നാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിലേ നിന്റെ പകരം വേറൊരു പെൺകുട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. മനസ്സിലാക്കി ജീവിച്ചോ. നല്ല ജീവിതം വേണമെങ്കിൽ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് നല്ല ജീവിതം മുന്നോട്ട് വേണമെങ്കിൽ നീ ആലോചിച്ചോ, വേണോ വേണ്ടയോ എന്നുള്ളത്.